ആ സന്ദർശനത്തിന്റെ ലക്ഷ്യം അതുകൊണ്ട് സർക്കാരിന് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണോ താങ്കൾ ഈ വിഷയത്തിൽ ഫോക്കസ് ചെയ്യുന്നത്, അതല്ല പാർട്ടി ഒന്നടങ്കമാണോ? കാര്യം ഇന്നലെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് ഒരു കാരണവശാലും CPM-ന് BJP-യുമായൊരു ബന്ധത്തിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെങ്കിൽ ഒരു അഡീഷണൽ DGP അയക്കേണ്ട ആവശ്യം CPM-ന് ഇല്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പാർട്ടിക്ക് കൃത്യമായും അത് മറ്റു പാർട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു സംവിധാനമുണ്ട്. അപ്പോൾ അഡീഷണൽ DGP-യെ നിയോഗിച്ചു എന്നത് മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരമാണോ അതോ പാർട്ടിയുടെ ആവശ്യപ്രകാരമായിരിക്കുമോ? അത് മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരം തന്നെയായിരിക്കും. കാരണം മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ് അജിത് കുമാർ. പക്ഷേ മുഖ്യമന്ത്രി എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഒരു അഡീഷണൽ DGP-യെ വിനിയോഗിച്ച് കാണുക, അദ്ദേഹത്തിന് ഒരുപക്ഷെ ഗോവിന്ദ മാഷിൽ വിശ്വാസം ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. അത് ഞാൻ പാർട്ടിയെന്ന് പറയുന്നില്ല. പിണറായി ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടി അല്ലല്ലോ, ഇപ്പം എല്ലാം പിണറായി തീരുമാനിക്കുന്നു. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ പോലും പിണറായി പറയുന്ന ഉത്തരവ് അനുസരിക്കുന്ന ബോഡികളായിട്ട് മാറിയല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത് പിണറായി തന്നെ അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായിട്ടുള്ള ADGP-നെ അയച്ചതാണ്. അല്ലാതെ ഗോവിന്ദൻ മാഷ് അദ്ദേഹത്തിന് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് ഗോവിന്ദൻ മാഷ് നിയോഗിക്കാഞ്ഞത്. പക്ഷെ അപ്പോഴും ഈ ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ സഞ്ചരിച്ചു എന്ന് മുഖ്യമന്ത്രി പറയുന്നത് മുഴുവൻ ആഘോഷമാക്കുന്ന ഇടതുപക്ഷത്തുള്ളവർക്ക് ഇപ്പോഴും മുഖ്യമന്ത്രി അങ്ങനെ RSS-ഉമായി സന്ധി ചെയ്യുമോ എന്നൊരു വലിയ ചോദ്യം മുന്നിലുണ്ട്. കാര്യം RSS-ഉമായുള്ള പോരാട്ടങ്ങളിൽ പലതവണ പല വേദികളിൽ വെച്ച് അദ്ദേഹം പിന്നീട് RSS-നെ കടന്നാക്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. RSS-നോടുള്ള ആരോപണം അദ്ദേഹം മയപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഈ ആരോപണം ഇടതുപക്ഷത്തുള്ളവർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാകുമോ ശ്രീ കെ മുരളീധരൻ? എങ്കിൽ എന്തു നേട്ടം കെ മുരളീധരൻ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്? അല്ല, ഇപ്പോൾ SNC ലാവ്ലിൻ കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ എത്ര കാലമായിട്ട് കെട്ടിക്കിടക്കുന്നു? ഇതുവരെ തീരുമാനം എടുത്തോ? അതുമാത്രമല്ല, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരായിട്ട് വന്ന ആരോപണം ഇതൊന്നും എല്ലാം ആവിയായി പോയില്ലേ? ഇപ്പോൾ കരുവണ്ണൂർ ബാങ്ക് മൊയ്തീനെയൊക്കെ ചോദ്യം ചെയ്തപ്പോൾ ചോദിച്ചു ഇപ്പോൾ അറസ്റ്റ് നടക്കുമെന്ന് വിചാരിച്ചു. ഒന്നും ഉണ്ടായില്ല, എല്ലാം പകമറയായി തീർന്നു. അപ്പോൾ ഇതുകൊണ്ട് മെച്ചം പിണറായിക്കുണ്ടായി. പക്ഷേ ഇടതുപക്ഷക്കാർ പിണറായി അല്ലെങ്കിലും ഇടതുപക്ഷത്തിന് വിശ്വാസമില്ല. അതുകൊണ്ടാണല്ലോ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം കൂടെ തവണ പലയിടത്തും UDF-ന് വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ 20-ൽ 18 UDF ജയിക്കാൻ കാരണം. LDF-ന് ഒറ്റ സീറ്റല്ലേ കിട്ടിയുള്ളൂ. അപ്പോൾ ഇടതുപക്ഷത്തിലെ സാധാരണ ഇടതുപക്ഷക്കാർക്ക് പിണറായിന് ഇപ്പോൾ വിശ്വാസമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനിയെങ്കിലും കടിച്ചു തൂങ്ങി നിൽക്കാതെ മാന്യമായിട്ട് രാജിവെച്ച് പോകുന്നതാണ് പിണറായിക്ക് നല്ലത്. ഈ പിണറായി വിജയന്റെ ഗ്രാഫ് ഇടിച്ചതിന് പിന്നിൽ ആ പോലീസ് വകുപ്പാണെന്നാണ് PV അൻവർ പറയുന്നത്. PV അൻവറിന്റെ ആരോപണങ്ങളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ശ്രീ കെ മുരളീധരൻ? ഞാൻ പറയുന്നത്, ഒരു ഭരണകക്ഷി MLA ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷമത ഏറ്റെടുക്കുമല്ലോ. ഇവിടെ ഇന്നലെ ഗോവിന്ദൻ മാഷ് പറഞ്ഞത് എന്താണ്, അൻവറിൻ്റെ ആരോപണം ഏറ്റെടുക്കുന്ന ഗതികേടാണ് UDF-നെന്ന് പറഞ്ഞു. ഞാൻ ഗോവിന്ദൻ മാഷോട് ചോദിക്കട്ടെ, നിങ്ങൾ ഒരു കുറ്റാരോപിതയുടെ ആരോപണം വെച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് വളയാൻ പോയ പാർട്ടിയല്ലേ? ഒരു ഭരണകക്ഷി MLA പറഞ്ഞത് പ്രതിപക്ഷം ആയുധമാക്കി അതിനെ കുറ്റം പറയുന്നത്. ഞങ്ങൾ ആയുധങ്ങൾ കിട്ടിയാൽ ഞങ്ങൾ പ്രയോഗിക്കും, അതിനാണല്ലോ ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നത്. വാക്കായതിൽ എന്താ സംശയം? PV അൻവറിനെ UDF സ്വാഗതം ചെയ്തിട്ടുണ്ട്. MM ഹസൻ, താങ്കളുടെ അഭിപ്രായം എന്താണ്? അല്ല, ഇപ്പോൾ അങ്ങനെ സ്വാഗതം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം ഇപ്പോഴും LDF-ലാണ്. അദ്ദേഹം സഖാവാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യല്ല വേണ്ടത്, അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലാതെ അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളുടെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കും എന്നാണ് പാർട്ടിയിലെ വൃത്തങ്ങൾ പറഞ്ഞത്, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത്. ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ച് ഇന്നിപ്പോൾ PV അൻവറിൻ്റെ മൊഴിയെടുക്കാൻ പോകുന്നത്. മൊഴിയെടുക്കാൻ വരുമ്പോഴും PV അൻവർ ആയുധം താഴെ വെച്ചിട്ടില്ല. ഓരോ ദിവസവും പുതിയ പുതിയ ആരോപണങ്ങൾ വരുന്നു, പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നു. നമ്മളുടെ പോലീസ് സേനയിൽ ഒരു സംഘവൽക്കരണം ഉള്ളതായി ശ്രീ കെ മുരളീധരന് തോന്നുന്നുണ്ടോ? അതിൻ്റെ ആദ്യഘട്ടമാണ് ഈ RSS-ന്റെ ജനറൽ സെക്രട്ടറിയുമായി MR അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ചയെന്ന് പറയാൻ കഴിയുമോ? അല്ല, പോലീസിൽ സംഖ്യകൾ കടന്നുകൂടി കാണും. പക്ഷേ അതിനെ ഒരു സംഘീവൽക്കരിച്ചത് പിണറായി വിജയനാണ്, അല്ലാതെ പോലീസുകാരല്ല. സാധാരണ പോലീസുകാരൊക്കെ അവർ സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്നവരാണ്. അവരെ ഈ സ്ഥിതിയിലാക്കിയത് മുഖ്യമന്ത്രി തന്നെയാണ്. അതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ മുഖ്യമന്ത്രിക്ക് തന്നെയാണ്. വളരെ ഗുരുതരമായൊരു ആരോപണമാണ്. എനിക്ക് തോന്നുന്നു അങ്ങ് ഇതുവരെ ഉയർത്തിയതിൽ വെച്ച് ഏറ്റവും ഗുരുതരമായൊരു ആരോപണമാണ് പോലീസ് സേനയെ പിണറായി വിജയൻ സംഘവൽക്കരിച്ചു എന്നുള്ളത്. തീർച്ചയായിട്ടും
അതിൻ്റെ ഫലമാണ് ഈ കൂടിക്കാഴ്ച, തൃശ്ശൂരത്തെ ഇലക്ഷൻ റിസൾട്ട്, ഇതൊക്കെ ഇതിൻ്റെ തുടർ ചലനങ്ങളായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇതുകൊണ്ടുള്ള നേട്ടം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നങ്ങ് പറയുമ്പോഴും പാർട്ടിയിലെ നേതാക്കളിൽ പലരും ഇക്കാര്യം അറിയാതിരുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? EP ജയരാജനടക്കം ഒരു ഭാഗത്ത് പ്രഭാരിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു, ആ വിഷയം പാർട്ടിയുടെ ഫോറങ്ങളിൽ അറിയിച്ചിരുന്നുവെന്ന് പിന്നീട് EP ജയരാജൻ പറയുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം അപ്രതീക്ഷിതമായ വെടിപൊട്ടിക്കുന്നു. അവിടെ മുഖ്യമന്ത്രിക്ക് EP ജയരാജനെ തള്ളിപ്പറയേണ്ടി വരുന്നൊരവസ്ഥ വരുന്നു. അതൊരു നാടകത്തിൻ്റെ, ഒരു തിരക്കഥയുടെ ഒരു രംഗം മാത്രമായിരുന്നു ശ്രീ കെ മുരളീധരൻ. തീർച്ചയായിട്ടും. കാരണം EP ജയരാജൻ ഇപ്പോഴും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്, ഇപ്പോഴും കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിന് തൽക്കാലം കൺവീനർ സ്ഥാനത്ത് മാറ്റി നിർത്തിയിട്ടേ ഉള്ളൂ. അത് ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു കൊടുത്തുകൂടായികയില്ല. അതുകൊണ്ട് അത് നാടകം തന്നെയാണ്, യാതൊരു സംശയവും കാര്യത്തിലില്ല. കാരണം ജയരാജൻ അങ്ങനെ എല്ലാ സ്ഥാനത്തും നീക്കാനൊന്നും പിണറായിക്ക് കഴിയില്ല. കാരണം അങ്ങനെ നീക്കിയാൽ പല സത്യങ്ങളും പുറത്തു വരും. ഓക്കെ, താങ്ക് യു ശ്രീ കെ മുരളീധരൻ. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് താങ്കൾ പറഞ്ഞത്. തീർച്ചയായും ഇത് അന്വേഷിക്കട്ടെ. ഈ അന്വേഷണത്തിൽ താങ്കൾ ഒരു കാര്യം അവസാനിക്കുന്നതിന് മുമ്പ്, ഈ അന്വേഷണത്തിൽ താങ്കൾ തൃപ്തനാണോ യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള SIT-യിൽ? ഈ അന്വേഷണം വെറും ആളെ പറ്റിക്കുന്ന അന്വേഷണമാണ്. കാരണം അത് അൻവർ പറഞ്ഞ പോലെ ഹെഡ്മാസ്റ്ററെ കുറിച്ച് പ്യൂൺ അന്വേഷിക്കുന്ന പോലെയാണ് ഈ അന്വേഷണം. ഈ അന്വേഷണം ഒട്ടും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നില്ല. ജുഡീഷ്യൽ എൻക്വയറി തന്നെ വെക്കണം. താങ്ക് യു ശ്രീ കെ മുരളീധരൻ.